ഹായ്, എൻ്റെ പേര് വിനോദ്. അറിഞ്ഞ കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയുള്ള യാത്ര, അറിവിൻ്റെ നിറകുടം തേടിയുള്ള യാത്ര, അറിവിൻ്റെ ഇന്ദ്രജാലത്തിലൂടെയുള്ള യാത്ര, അറിവിൻ്റെ 6ാം ഇന്ദ്രിയത്തിലേക്കുള്ള യാത്ര. പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് 6th സെൻസിലേക്ക് വീണ്ടും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ടോപ്പിക്കാണ്. അറിയാം, 1950 ജനുവരി 26-നാണ് നമ്മുടെ ഭരണഘടന, അതായത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഒരുപാട് മഹാരഥന്മാരുടെ കഠിനാധ്വാനത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഫലമായിട്ടാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. ഈ നമ്മുടെ ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിർമ്മിക്കുന്ന സമയത്ത് ഒരുപാട് കഷ്ടതകളും യാതനകളും ഒരുപാട് വ്യക്തികൾ അനുഭവിച്ചിരുന്നു. ആ സമയത്ത് നമ്മുടെ ഭരണഘടനയിലേക്ക് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ആശയങ്ങളും കടംകൊണ്ടിരുന്നു. അങ്ങനെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എന്തൊക്കെ ആശയങ്ങളാണ് നമ്മുടെ ഭരണഘടനയിലേക്ക് കടം കൊണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് UK, ഇന്നത്തെ ബ്രിട്ടൻ, USA അമേരിക്ക, USSR ഇന്നത്തെ റഷ്യ, അതുപോലെ അയർലാൻഡ്, അതുപോലെ ജർമ്മനി, കാനഡ, ഓസ്ട്രേലിയ, ജപ്പാൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഇപ്പോൾ എടുത്തു പറയുമ്പോൾ അമേരിക്ക ഒരു എഴുതപ്പെട്ട ഭരണഘടന, ലിഖിതമാണ് എന്ന് വെച്ചാൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ബ്രിട്ടൻ അലിഖിതമാണ്, എഴുതി വെച്ചിട്ടില്ല എന്ന് വെച്ചാൽ പൂർണ്ണമായി എഴുതി വെച്ചിട്ടില്ല എന്നല്ല അതിനർത്ഥം. അത് പല പുസ്തകങ്ങളിലായി അത് കിടക്കുന്നു, ഒരു പുസ്തകത്തിലേക്ക് അത് ക്രോഡീകരിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. എഴുതി വെക്കുക എന്ന് വെച്ച് എഴുതപ്പെട്ട, അതായത് ലിഖിത ഭരണഘടന എന്ന് വെച്ചാൽ അത് പല പുസ്തകങ്ങളിലായിട്ടല്ല കിടക്കുന്നത്, അത് ഒരു പുസ്തകത്തിലേക്ക് അത് ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് ബ്രിട്ടനിൽ, പക്ഷെ അത് പല പുസ്തകങ്ങളിലാണെന്ന് മാത്രം. പക്ഷെ പല പുസ്തകങ്ങളിലായതുകൊണ്ട് അതിനെ എഴുതി വെച്ചു എന്ന് പറയാൻ പറ്റില്ല എന്ന് മാത്രം. അങ്ങനെ നോക്കുമ്പോൾ അമേരിക്ക ഒരു ലിഖിതം എഴുതി വെച്ച ഭരണഘടനയും ബ്രിട്ടൻ ഒരു അലിഖിത ഭരണഘടനയുമാണെന്ന് മനസ്സിലാക്കുക. എഴുതി വെക്കാത്ത ഒരു ഭരണഘടനയാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അമേരിക്ക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവിടുത്തെ സുപ്രീം പവർ ആർക്കാ? പ്രസിഡന്റിനാണ്. റഷ്യയിലും സുപ്രീം പവർ ആർക്കാ? പ്രസിഡന്റിനാണ്. അപ്പൊ നമ്മുടെ സുപ്രീം പവർ പറയുമ്പോൾ പ്രസിഡന്റിനാണെങ്കിലും ഇവിടെ അധികാരം ഒട്ടുമിക്കവാറും എല്ലാം ആരുടെ കയ്യിലാണ്? പ്രധാനമന്ത്രിയുടെ കയ്യിലാണ്. അപ്പൊ പ്രധാനമന്ത്രി എന്നൊരാശയം നമ്മൾ കടം കൊള്ളാൻ സാധ്യത അമേരിക്കയിൽ നിന്നോ റഷ്യയിൽ നിന്നോ ആണോ? കാരണം അമേരിക്കൻ പ്രധാനമന്ത്രി, റഷ്യൻ പ്രധാനമന്ത്രി അങ്ങനെയൊന്നും നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ പ്രധാനമന്ത്രി എന്നൊരാശയം നമ്മൾ കടം കൊള്ളാൻ സാധ്യത എവിടെന്നാണ്? ബ്രിട്ടനിൽ നിന്ന്. അപ്പൊ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന രീതി എന്ന് വെച്ചാൽ ഇലക്ഷൻ, അങ്ങനെ പഠിച്ചാൽ മതി. തിരഞ്ഞെടുപ്പ്, അത് പ്രധാനമന്ത്രിയെ ബ്രിട്ടനിൽ ജനം നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ അവിടെയും MP-മാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന MP-മാരിൽ ഒരാളാണല്ലോ പ്രധാനമന്ത്രി. അപ്പൊ നമ്മുടെ ഇന്ത്യയിലും പ്രധാനമന്ത്രിയെ ജനം എന്ത് ചെയ്യുന്നു? നേരിട്ട് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്, അല്ലെ? അമേരിക്കയിൽ പിന്നെ പ്രധാനമന്ത്രി എന്ന ആശയമില്ല, റഷ്യയിലും എന്തില്ല? പ്രധാനമന്ത്രി എന്ന ആശയമില്ല. അപ്പൊ പ്രധാനമന്ത്രി എന്ന ആശയം കടം കൊണ്ടത് ബ്രിട്ടനിൽ നിന്ന്. അപ്പൊ തിരഞ്ഞെടുപ്പ് സമ്പ്രദായം എവിടുന്ന? ബ്രിട്ടനിൽ നിന്ന്. സ്വാഭാവികമായും പാർലമെന്റിന്റെ തലവനാണ് ആര്? പ്രധാനമന്ത്രി. ബ്രിട്ടനിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ പാർലമെന്റ് എന്ന ആശയം എവിടുന്ന കടം കൊണ്ടത്? ബ്രിട്ടനിൽ നിന്ന്. പാർലമെന്റിന്റെ തലവനാവുമ്പോൾ പ്രധാനമന്ത്രി എന്ന ആശയം ബ്രിട്ടനിൽ നിന്ന്, തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ബ്രിട്ടനിൽ നിന്ന്, പാർലമെന്റ് സമ്പ്രദായം ബ്രിട്ടനിൽ നിന്ന്, അല്ലെ? അപ്പൊ UK, ഞാൻ തൽക്കാലം ബോർഡിൽ എഴുതാണ് UK എന്ന് വെച്ചാൽ ബ്രിട്ടനിൽ നിന്ന് എന്തൊക്കെ കടം കൊണ്ടെന്ന് ചോദിച്ചാൽ ആദ്യം പ്രധാനമന്ത്രി, ഞാൻ എഴുതി പ്രധാനമന്ത്രി. പിന്നെ തിരഞ്ഞെടുപ്പ്, പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞു. പിന്നെന്താ? ഇലക്ഷൻ, തിരഞ്ഞെടുപ്പ്. പിന്നെ പാർലമെന്ററി സമ്പ്രദായം, അതായത് പാർലമെന്ററി സിസ്റ്റം. പാർലമെന്റിനകത്ത് പോയാൽ എന്ത് കാണാം? ക്യാബിനറ്റ് കാണാം, അല്ലേ? ഇന്ത്യയിൽ പാർലമെന്റ് ഉണ്ട്, അതിനകത്ത് പോയാൽ എന്താ? ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല്, ക്യാബിനറ്റിന്റെ തലവനാരാ? അതും പ്രധാനമന്ത്രി. അപ്പൊ പാർലമെന്ററി സമ്പ്രദായം ബ്രിട്ടനിൽ നിന്നാണെങ്കിൽ പാർലമെന്റിന്റെ ഭാഗമായി വരുന്ന ക്യാബിനറ്റ് ബ്രിട്ടനിൽ നിന്നായിരിക്കും. അപ്പൊ സ്വാഭാവികമായി ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ട അടുത്ത ഒരു കാര്യമാണെന്ത്? ക്യാബിനറ്റ്, അല്ലെ? പാർലമെന്റിന്റെ അകത്ത് പോയാൽ എങ്ങനെയാ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ലോകസഭയുണ്ട്, രാജ്യസഭയുണ്ട്, ദ്വിമണ്ഡല സഭ. അപ്പൊ ദ്വിമണ്ഡല സഭ ബ്രിട്ടൻ, പാർലമെന്റ് സമ്പ്രദായം ബ്രിട്ടനിൽ നിന്നാണെങ്കിൽ ആ സമ്പ്രദായം മൊത്തം ഇന്ത്യയിലേക്ക് വരില്ലേ? അപ്പൊ ബ്രിട്ടനിലും എന്തുണ്ടാവും? ദ്വിമണ്ഡല സഭ, ബൈക്യാമറൽ എന്ന് പറയും. അപ്പൊ ഇന്ത്യയിലും എന്തുണ്ട്? ദ്വിമണ്ഡല സഭ. ദ്വിമണ്ഡല സഭ ഏതൊക്കെയാ? ലോകസഭ, രാജ്യസഭ. അപ്പൊ ലോകസഭ, രാജ്യസഭ
അത് കടം കൊണ്ടതും എവിടെന്നാ? ബ്രിട്ടനിൽ നിന്ന്. ഞാൻ ദ്വിമണ്ഡല സഭ എന്ന് എഴുതാണ്. ദ്വിമണ്ഡല സഭ ബ്രാക്കറ്റിൽ ഞാൻ ലോകസഭ എന്ന് എഴുതി. പിന്നെ എന്തെഴുതി? രാജ്യസഭ എന്ന് എഴുതി. അപ്പൊ പാർലമെന്റ്, അതിനകത്ത് എന്താ? ക്യാബിനറ്റ്. പാർലമെന്റിന്റെ രണ്ട് സഭകൾ ഏതൊക്കെ? ലോകസഭ, രാജ്യസഭ. അതിനെന്ത് വിളിക്കും? ദ്വിമണ്ഡല സഭ, ബൈക്യാമറൽ. പാർലമെന്റിന്റെ തലവനാണ് പ്രധാനമന്ത്രി. തെരഞ്ഞെടുപ്പ്, പ്രധാനമന്ത്രി ജനം നേരിട്ട് തെരഞ്ഞെടുക്കുന്നു. അത് ബ്രിട്ടനിലും അങ്ങനെ തന്നെ. അപ്പൊ തെരഞ്ഞെടുപ്പ്, ഈ സമ്പ്രദായങ്ങളൊക്കെ എവിടെ നിന്ന് കടം കൊണ്ടു? നമ്മൾ ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ടു. അപ്പൊ നമ്മൾ ലോകസഭ തലവനാരാ? സ്പീക്കർ. ഈ ലോകസഭ ബ്രിട്ടനിൽ നിന്നാണല്ലോ കടം കൊണ്ടത്. അപ്പൊ ബ്രിട്ടനിലും സ്പീക്കർ ഉണ്ടാവണല്ലോ. അപ്പൊ സ്വാഭാവികമായി ലോകസഭ എന്ന ആശയം ബ്രിട്ടനിൽ നിന്നാണെങ്കിൽ സ്പീക്കർ എന്ന ആശയവും എവിടെ നിന്ന് കടം കൊള്ളും? ബ്രിട്ടനിൽ നിന്ന് തന്നെ കടം കൊള്ളും, സ്വാഭാവികം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നു. പ്രധാനമന്ത്രി അവിടേക്ക് പോകുന്നു. പാർലമെന്റിന്റെ തലവനാണ്. പാർലമെന്റിനകത്ത് പോയാൽ എന്ത് കാണും? ക്യാബിനറ്റ്. പാർലമെന്റ് അപ്പുറം എന്താ? ദ്വിമണ്ഡല സഭ, ലോകസഭ, രാജ്യസഭ. ലോകസഭയുടെ തലവനാരാ? സ്പീക്കർ. ഇത്രയും കാര്യങ്ങൾ എവിടെ നിന്ന് കടം കൊണ്ടു? ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ടു. ഞാൻ പറഞ്ഞു, ബ്രിട്ടൻ ഒരു അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, എഴുതി വെച്ചിട്ടില്ല. എത്രയോ പുസ്തകങ്ങളിലായിട്ടാണ് ബ്രിട്ടന്റെ ഭരണഘടന ചിതറിക്കിടക്കുന്നത്. അമേരിക്കൻ അങ്ങനെയല്ല, അതെല്ലാം ക്രോഡീകരിച്ച് വെച്ചിരിക്കുന്നു, അല്ലെ? അപ്പൊ അമേരിക്ക എഴുതി വെച്ചതാണ്, ബ്രിട്ടൻ എന്തല്ല എഴുതി വെച്ചിട്ടില്ല. അപ്പൊ മൗലിക അവകാശങ്ങൾ എന്നൊരു സമ്പ്രദായം എഴുതി വെക്കാത്ത ഒരു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നും എടുക്കാൻ സാധ്യതയുണ്ടോ? മൗലികാവകാശം എഴുതി വെക്കണം. അപ്പൊ സ്വാഭാവികമായി ബ്രിട്ടനിൽ നിന്ന് എന്തെടുക്കില്ല? മൗലിക അവകാശം എടുക്കില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. ആമുഖം, ഏതൊരു പുസ്തകം എടുത്താലും, അതിപ്പോ 1ാം ക്ലാസ്സിലെ 2ാം ക്ലാസ്സിലെ കേരള പാഠാവലി പുസ്തകം എടുത്താൽ പോലും അതിൽ താഴത്തെ പേജിൽ എന്താ? ആമുഖം. ആമുഖം എന്താ? ആ പുസ്തകത്തിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ചുരുക്കരൂപത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു ഭാഗമാണിത്, ആമുഖം. അപ്പൊ ആമുഖവും എഴുതി വെച്ച ഭരണഘടനയിൽ നിന്ന് തന്നെ എടുക്കണം. അപ്പൊ ആമുഖവും മൗലികാവകാശങ്ങളൊന്നും എവിടെ നിന്ന് എടുത്തിട്ടില്ല? ബ്രിട്ടനിൽ നിന്ന് എടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. ഈ അമേരിക്കൻ സിറ്റിസൺഷിപ്പും ഇന്ത്യൻ സിറ്റിസൺഷിപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താ? അമേരിക്കയിൽ 2 സിറ്റിസൺഷിപ്പാണ്. എന്ന് വെച്ചാൽ സെൻട്രലിനും ഒരു സിറ്റിസൺഷിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ ഓരോ സ്റ്റേറ്റുകൾക്കും എന്തുണ്ട്? ഓരോ സിറ്റിസൺഷിപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ 2 പൗരത്വമാണ് അമേരിക്കയിൽ, അല്ലെ? ബ്രിട്ടനിൽ അങ്ങനെയാണോ? ബ്രിട്ടനിൽ ഈ പൗരത്വം എന്ന ആശയം നമ്മൾ അമേരിക്കയിൽ നിന്നുമാണ് കടം കൊണ്ടതെങ്കിൽ നമുക്ക് കേരളത്തിന് ഒരു പൗരത്വം ഉണ്ടാവും, അതുപോലെ തന്നെ സെൻട്രൽ ബേസ് ചെയ്ത് ബന്ധമുണ്ടാവും, ഒരു പൗരത്വം ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായി പൗരത്വം എന്ന ആശയം നമ്മൾ എവിടെ നിന്ന് കടം കൊള്ളില്ല? അമേരിക്കയിൽ നിന്നും കടം കൊള്ളില്ല. കാരണം എന്താ? നമ്മുടെ ഏക പൗരത്വമാണ്. അപ്പൊ ഏക പൗരത്വം എന്ന് വെച്ചാൽ രാജ്യം മൊത്തം അംഗീകരിക്കുന്ന ഒറ്റ പൗരത്വം. അപ്പൊ അങ്ങനെ ഒറ്റ പൗരത്വമുള്ള കൺട്രി ഏതൊക്കെയാണോ ഉള്ളത്, ആ കൺട്രികളിൽ നിന്ന് ഏതെങ്കിലും ഒരു രാജ്യത്തിൽ നിന്നായിരിക്കും ഏക പൗരത്വം എന്ന ആശയം കടം കൊണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഏക പൗരത്വം എന്ന ആശയം കടം കൊണ്ടതും എവിടെ നിന്ന് തന്നെയായിരിക്കും? ബ്രിട്ടനിൽ നിന്ന് തന്നെയായിരിക്കും. കാരണം ബ്രിട്ടനിൽ ഒറ്റ പൗരത്വമാണ്, ഏക പൗരത്വം ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അമേരിക്കയിൽ എടുക്കില്ല. അമേരിക്കയിൽ എടുത്ത് നമുക്ക് ഇവിടെ എന്താവും? 2 പൗരത്വമായിട്ട് മാറും. അതുകൂടാതെ പാർലമെന്റിലെ വരവ് ചെലവ് കണക്കുകൾ വിലയിരുത്തുന്ന പാർലമെന്ററി സമ്പ്രദായം ബ്രിട്ടനിൽ നിന്നാണല്ലോ. അപ്പൊ പാർലമെന്റിലെ വരവ് ചെലവ് കണക്കുകൾ വിലയിരുത്തുന്ന ഉദ്യോഗസ്ഥനായ CAG അഥവാ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയും. പാർലമെന്റ് എടുത്തത് അവിടെ നിന്നാണല്ലോ. അപ്പൊ അവിടുത്തെ വരവ് ചെലവ് കണക്കുകൾ വിലയിരുത്തുന്ന ഒരു ഉദ്യോഗസ്ഥനും അവിടെ ഉണ്ടാവും. അദ്ദേഹത്തെ വിളിക്കുന്ന പേരെന്താ? CAG അഥവാ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ. ആ ആശയം കടം കൊണ്ടതും എവിടെ നിന്ന് തന്നെയാ? ബ്രിട്ടനിൽ നിന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതുകൂടാതെ റിട്ട് നിങ്ങൾക്കറിയാം, സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ഒരു ഉത്തരവാണ് റിട്ട്. അത് എന്താന്നുള്ളത് വരും ക്ലാസ്സിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ റിട്ട് എന്ന ആശയവും കടം കൊണ്ടത് എവിടെന്നാ? അതും ബ്രിട്ടനിൽ നിന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ബ്രിട്ടൻ പഠിക്കാൻ വലിയ പണിയൊന്നുമില്ല. പാർലമെന്ററി സിസ്റ്റം മൊത്തത്തിൽ ബ്രിട്ടനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ പാർലമെന്റിന്റെ ഭാഗമായ പലതും എവിടെ നിന്നായിരിക്കും? ബ്രിട്ടനിൽ നിന്ന്. പാർലമെന്റിന്റെ ഭാഗമായ ക്യാബിനറ്റ് സമ്പ്രദായം, പാർലമെന്റിന്റെ ഭാഗമായ ദ്വിമണ്ഡല സഭ, ബൈക്യാമറൽ എന്ന് വെച്ചാൽ ലോകസഭ, രാജ്യസഭ. പാർലമെന്റിന്റെ തലവനായ പ്രധാനമന്ത്രി, തിരഞ്ഞെടുപ്പ് സമ്പ്രദായം, ലോകസഭ അവിടെ നിന്നാണെടുത്ത്. അപ്പൊ ലോകസഭയുടെ തലവൻ ആരാ? സ്പീക്കർ. പാർലമെന്റിന്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ CAG അഥവാ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ. അതുകൂടാതെ ഏകപൗരത്വം അമേരിക്കന്നാവില്ല, കാരണം അമേരിക്കയിൽ 2 പൗരത്വം, ഒരു പൗരത്വമുള്ള കൺട്രിയിൽ നിന്നായിരിക്കും അത് എടുത്തത്. അപ്പൊ ഏകപൗരത്വം അതെവിടെന്നാ? ബ്രിട്ടനിൽ നിന്ന്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എവിടെ നിന്ന് എടുത്തു? ബ്രിട്ടനിൽ നിന്ന്. റിട്ട് എല്ലാം ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ടവയാണെന്ന് മനസ്സിലാക്കി വയ്ക്കാം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് അമേരിക്ക USA-യിൽ നിന്ന് എന്തൊക്കെ കടം കൊണ്ടു എന്ന് നോക്കാം. അമേരിക്ക ബ്രിട്ടൻ പഠിച്ച സ്ഥിതിക്ക് അതിന് വലിയ ബുദ്ധിമുട്ടില്ല. പാർലമെന്റുമായി ബന്ധപ്പെട്ടതെല്ലാം, ഇന്ത്യയിൽ കാണുന്ന എല്ലാം ബ്രിട്ടനിൽ നിന്നാണെങ്കിൽ അതുമായി ബന്ധപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ എവിടെ നിന്നായിരിക്കും?
അമേരിക്കയിൽ നിന്നായിരിക്കും. അപ്പൊ സ്വാഭാവികമായി രാഷ്ട്രപതി, പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് പെട്ടെന്ന് ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ കേട്ട് കേട്ട് തഴമ്പിച്ചത് കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രപതി നമ്മുടെ ആദരണീയനായ വ്യക്തിയാണ്, അദ്ദേഹത്തെ ബഹുമാനിക്കണം. അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കാതിരിക്കുക എന്നല്ല ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം. അത് നമ്മൾ കേട്ട് വഴങ്ങിയ കാരണം പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ പോകുന്നത് അമേരിക്കയിലേക്കാണ്, അല്ലെ? അമേരിക്കൻ പ്രസിഡന്റ്, അങ്ങനെ റഷ്യൻ പ്രസിഡന്റ് എന്നൊക്കെ പിന്നെയാണ് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത്. അപ്പൊ സ്വാഭാവികമായി പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഈ രണ്ടാശയം എവിടെ തന്നെയായിരിക്കും? അമേരിക്ക. അത് ആലോചിച്ചാൽ കിട്ടും, അല്ലെ? അപ്പോ പ്രസിഡന്റ് എന്ന ആശയം എന്നുവെച്ചാൽ ഇവിടെ രാഷ്ട്രപതി എന്ന് ഇതാക്കേണ്ടി വരും, പ്രസിഡന്റ് അതുപോലെ തന്നെ രാഷ്ട്രപതി, അത് മലയാളത്തിൽ പറയുമ്പോൾ അങ്ങനെ. ഇനിയിപ്പോ എന്താ? വൈസ് പ്രസിഡന്റ്. അതിന് അമേരിക്കയെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇത് രണ്ടും അമേരിക്കയിൽ നിന്നാണ്, അല്ലെ? അപ്പൊ സ്വാഭാവികമായി സുപ്രീം കോടതി ബ്രിട്ടനിൽ ഞാൻ പറഞ്ഞു എഴുതി വെക്കാത്തൊരു ഭരണഘടനയാണ്. അവിടെ ലീഗലായ അഡ്വക്കേറ്റ് പറയുന്നതൊക്കെ അവിടെ എന്താണ്? നിയമങ്ങളായി എഴുതി ചേർക്കും. ഇവിടെ അങ്ങനെയല്ല. ഇന്ത്യയിൽ നിയമം ചേർക്കണമെങ്കിൽ അതിന് ഭരണഘടനയിൽ ഭേദഗതി വരുത്തി ഇത്ര മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇവിടെ നിയമം എഴുതി ചേർക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബ്രിട്ടൻ എന്ന് പറയുന്നത് ഒരു എഴുതി വെക്കാത്ത ഭരണഘടന ആയതുകൊണ്ട് അവിടെ ലീഗലായി അഡ്വക്കേറ്റ് പറയുന്നതൊക്കെ അവിടെ എന്ത് തന്നെയാണ്? നിയമം തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായി ബ്രിട്ടനിൽ ഇന്ത്യയുടെ പവർ ഉണ്ടാവില്ല. സ്വാഭാവികമായി ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ പവർ എവിടെ ഉണ്ടാവില്ല? ബ്രിട്ടനിൽ ഉണ്ടാവില്ല ആർക്കും. അങ്ങനെ നോക്കുമ്പോൾ സുപ്രീം കോടതി എന്ന ആശയം ബ്രിട്ടനിൽ നിന്ന് കടം കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ പാർലമെന്റിനേക്കാൾ പവർ ആർക്കാ? ജുഡീഷ്യറിക്കാണ്. ജുഡീഷ്യറിക്ക് താഴെയാണ് എല്ലാം വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സുപ്രീം കോടതി എന്ന ആശയം ബ്രിട്ടനിൽ നിന്ന് കടം കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ സുപ്രീം കോടതി എന്ന ആശയം എന്നത് എവിടെ നിന്ന് തന്നെയാണ്? അമേരിക്ക, അല്ലെ? സുപ്രീം കോർട്ട് അഥവാ സുപ്രീം കോടതി, അല്ലെ? സുപ്രീം കോടതിക്ക് ഇന്ത്യയിൽ എങ്ങനെയാ പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങൾ തെറ്റാണോ, ഇതിൽ തിരുത്തലുകൾ വരുത്തണമോ എന്നൊക്കെ നോക്കാനുള്ള അധികാരമാർക്കാം? സുപ്രീം കോടതിക്കാണ്. കാരണം പാർലമെന്റിനേക്കാൾ അധികാരമാർക്കാം? സുപ്രീം കോടതിക്കാണ്. ആ ഒരു അധികാരപരിധി, പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങൾ തെറ്റാണോ എന്ന് വ്യാഖ്യാനിക്കാനുള്ള, ചർച്ച ചെയ്യാനുള്ള സുപ്രീം കോടതിയുടെ അധികാരത്തെ വിളിക്കുന്ന പേരെന്താ? ജുഡീഷ്യൽ റിവ്യൂ, അല്ലെ? അപ്പൊ സുപ്രീം കോടതി എന്ന ആശയം അമേരിക്കയിൽ നിന്നാണ് എടുത്തതെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയവും എവിടെ നിന്ന് തന്നെയാണ്? അമേരിക്കയിൽ നിന്നാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ, ഇന്ത്യൻ രാഷ്ട്രപതിയെ എല്ലാം പുറന്തള്ളാനുള്ള ആ നിയമത്തെ വിളിക്കുന്ന പേരെന്താ? ഇംപീച്ച്മെന്റ്. രാഷ്ട്രപതി എന്ന ആശയം എവിടെന്നാ? അമേരിക്കയിൽ നിന്ന്. സുപ്രീം കോടതി എന്ന ആശയം എവിടെന്നാ? അമേരിക്കയിൽ നിന്ന്. അപ്പൊ ചീഫ് ജസ്റ്റിസ് എന്ന ആശയം എവിടെന്നായിരിക്കും? അമേരിക്കയിൽ നിന്ന്. അപ്പൊ ഇവർ ഇംപീച്ച്മെന്റ് ചെയ്യുന്ന ആ സമ്പ്രദായം എവിടെന്നാ? അമേരിക്കയിൽ നിന്ന്. അപ്പൊ സ്വാഭാവികമായി സുപ്രീം കോടതി അമേരിക്കയിൽ നിന്നാണെങ്കിൽ ചീഫ് ജസ്റ്റിസ് എന്ന ആശയം എവിടെ നിന്ന് വരും? അമേരിക്കയിൽ നിന്ന് വരും. അതുപോലെ തന്നെ ഇംപീച്ച്മെന്റ്, ചീഫ് ജസ്റ്റിസിനെയും രാഷ്ട്രപതിയെയും പുറത്താക്കാനുള്ള ആ ഒരു പ്രക്രിയയെ വിളിക്കുന്ന പേരാണെന്ത്? ഇംപീച്ച്മെന്റ്. ഇംപീച്ച്മെന്റ് എന്ന ആശയം എവിടെ നിന്നായിരിക്കും? അമേരിക്കയിൽ നിന്ന്. അപ്പൊ സുപ്രീം കോടതി പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങൾ തെറ്റാണോ ശരിയാണോ എന്ന് വിചാരണയ്ക്ക് എടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. അപ്പൊ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട അധികാരത്തിന്റെ വിളിക്കുക ജുഡീഷ്യൽ റിവ്യൂ. ആ ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയവും എവിടെ നിന്ന് തന്നെയാണ്? ജുഡീഷ്യൽ റിവ്യൂ എവിടെന്നാ? അതും അമേരിക്കയിൽ നിന്ന്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അമേരിക്ക ഒരു എഴുതി വെച്ച ഭരണഘടനയാണ്. ബ്രിട്ടൻ എന്തല്ല? എഴുതപ്പെടാത്തതാണ്. എഴുതപ്പെടാത്തത് പറഞ്ഞാൽ ബ്രിട്ടനിലെ നിയമങ്ങളെല്ലാം 10ഓ 100ഓ പുസ്തകങ്ങളിലായി ചിതറിക്കിടക്കുന്നു. അതെല്ലാം കൂടി ഒരു പുസ്തകത്തിലേക്ക് ക്രോഡീകരിച്ചിട്ടില്ല. പക്ഷെ ഇന്ത്യൻ ഭരണഘടനയും അമേരിക്കൻ ഭരണഘടനയും അങ്ങനെയല്ല. ഒറ്റ പുസ്തകത്തിലേക്ക് അത് എന്ത് ചെയ്തിരിക്കുന്നു? ക്രോഡീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഒറ്റ പുസ്തകം ഇന്ത്യക്കും അമേരിക്കയ്ക്കും എല്ലാം ഉണ്ടെങ്കിൽ ആ പുസ്തകത്തിന് ഒരു ആമുഖം ഉണ്ടാവും. സത്യമല്ലേ? അപ്പോ ഭരണഘടനയ്ക്ക് എന്തുണ്ടാവും? ഒരു ആമുഖം ഉണ്ടാവണം. അപ്പൊ ആമുഖം എന്ന ആശയം കടം കൊണ്ടതും എവിടെ നിന്നായിരിക്കും? ബ്രിട്ടൻ നിന്നായിരിക്കും. ബ്രിട്ടനിൽ 100 പുസ്തകങ്ങളിലാണ് എന്ത് ഭരണഘടന? അമേരിക്കയിൽ ഒറ്റ പുസ്തകം. അപ്പൊ ഇന്ത്യ ആമുഖം എന്ന ആശയം എവിടെ നിന്ന് കടം കൊള്ളും? അമേരിക്കയിൽ നിന്ന് കടം കൊള്ളും. മൗലികാവകാശവും എഴുതി വെച്ച ഒരു ഭരണഘടനയിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അമേരിക്ക എന്താ? എഴുതി വെച്ച, ഇന്ത്യ ലോകത്തിലെ പഴക്കം ചെന്ന ഭരണഘടനയാണ്. അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് തന്നെ എന്തെടുക്കണം? മൗലികാവകാശം, ഫണ്ടമെന്റൽ റൈറ്റ്. മൗലിക അവകാശം അഥവാ ഫണ്ടമെന്റൽ, മൗലിക അവകാശങ്ങൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ്. പിന്നെ ഞാൻ പറഞ്ഞ എന്താ? പ്രീ ആംബിൾ, അത് മലയാളത്തിൽ പറയുമ്പോൾ ആമുഖം. എല്ലാം കടം കൊണ്ടത് എവിടെന്നാ? എല്ലാ പുസ്തകത്തിലും എന്തുണ്ടാവും?
ആമുഖം ഉണ്ടാവും. ഏത് പുസ്തകം എടുത്താലും ഫ്രണ്ട് ഫസ്റ്റ് പേജാണ് ആമുഖം. ആ പുസ്തകത്തിൽ എന്തൊക്കെയാണ് വിവരിച്ചിരിക്കുന്നത്. അമേരിക്ക ഒറ്റ ബുക്കിലുള്ള ഭരണഘടനയാണ്. അപ്പൊ അമേരിക്കൻ ഭരണഘടനയ്ക്ക് എന്തുണ്ട്? ആമുഖമുണ്ട്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയ്ക്കും എന്തുണ്ട്? ആമുഖമുണ്ട്. ബ്രിട്ടീഷ് ഭരണഘടനയ്ക്ക് എന്തില്ല? ആമുഖമില്ല. കാരണം എന്താ? ഒറ്റ ബുക്കിലല്ല ബ്രിട്ടീഷ് ഭരണഘടന. അപ്പൊ ഇന്ത്യ ആമുഖം എന്ന ആശയം കടം കൊണ്ടത് എവിടെ നിന്നായിരിക്കണം? അമേരിക്കയിൽ നിന്ന്. അപ്പൊ അമേരിക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത പോകുന്നത് പ്രസിഡന്റ് എന്ന് വെച്ചാൽ രാഷ്ട്രപതി, വൈസ് പ്രസിഡന്റ്, മലയാളത്തിൽ ഉപരാഷ്ട്രപതി, സത്യമല്ലേ? പക്ഷെ അമേരിക്കയിൽ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന രീതിയിലല്ല ഇന്ത്യയിൽ തിരഞ്ഞെടുക്കുന്നത്. ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന രീതി നമ്മൾ എവിടെ നിന്ന് കടം കൊള്ളില്ല? അമേരിക്കയിൽ നിന്ന് കടം കൊള്ളില്ല. കടം കൊണ്ടെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും പ്രസിഡന്റിനെ വോട്ട് ചെയ്തേനെ. ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ അമേരിക്കയിൽ നിന്ന് കടം കൊണ്ടിട്ടില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അമേരിക്ക എന്ന് പറയുമ്പോൾ ആലോചിക്കുമ്പോഴേ കിട്ടും പ്രസിഡന്റ്, പിന്നെന്താ വൈസ് പ്രസിഡന്റ്, പിന്നെ അവിടെ ആരാ? സുപ്രീം കോടതി. കാരണം സുപ്രീം കോടതിക്ക് ബ്രിട്ടനിൽ എന്തില്ല? പവറില്ല. അവിടെ ക്യൂനാണ് എല്ലാം, അല്ലെ? അങ്ങനെ നോക്കുമ്പോൾ സുപ്രീം കോടതി അവിടെ നിന്നാണെങ്കിൽ സുപ്രീം കോടതി തലവനാരാ? ചീഫ് ജസ്റ്റിസ്, അല്ലെ? സ്വാഭാവികമായി അപ്പൊ ചീഫ് ജസ്റ്റിസ് അമേരിക്കയിൽ നിന്നായിരിക്കും. അപ്പൊ ചീഫ് ജസ്റ്റിസിനെ പ്രസിഡന്റിനെ പുറത്താക്കാനുള്ള നിയമം അത് അമേരിക്കയിലെ പോലെ തന്നെ ഇന്ത്യയിലുണ്ട്. അപ്പൊ അതും അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. ഏതാ? ഇംപീച്ച്മെന്റ്. പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങൾ ശരിയാണോ എന്ന് വിലയിരുത്താനുള്ള സുപ്രീം കോടതിയുടെ അവകാശത്തെ വിളിക്കുന്ന പേരെന്താ? ജുഡീഷ്യൽ റിവ്യൂ. അപ്പൊ സുപ്രീം കോടതി അമേരിക്കയിൽ നിന്നാണെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ എവിടെ നിന്നായിരിക്കും? അതും അമേരിക്കയിൽ നിന്ന് വരും. അങ്ങനെ നോക്കുമ്പോൾ അമേരിക്ക എഴുതി വെച്ച ഭരണഘടനയാണ് പ്രിയാമ്പിൾ. എഴുതി വെച്ച ഭരണഘടനയിൽ എന്തുണ്ടാവും? പ്രിയാമ്പിൾ, ആമുഖം ഉണ്ടാവും. അപ്പൊ ആമുഖം അമേരിക്കയിൽ നിന്നാണ്. പിന്നെ മൗലികാവകാശം അതും എഴുതി വെച്ചവിടത്ത് തന്നെയായിരിക്കും. അമേരിക്ക എഴുതപ്പെട്ട ഭരണഘടനയാണ്. അങ്ങനെ നോക്കുമ്പോൾ മൗലികാവകാശം അതും എവിടെ നിന്ന് വരും? അമേരിക്കയിൽ നിന്ന് വരും. ഇനി നമുക്ക് റഷ്യയിലേക്ക് പോകാം. ഈ റഷ്യയെ കുറിച്ച് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 രാജ്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടൻ കഴിഞ്ഞു, അമേരിക്ക കഴിഞ്ഞു, ഇനി USSR. ശരിക്കും USSR തന്നെ പഠിക്കണം. റഷ്യ സ്പ്ലിറ്റ് ആയപ്പോ അതങ്ങനെ ആയതാണ്. USSR ചിലപ്പോൾ ഓപ്ഷൻ റഷ്യ എന്നൊക്കെ വരും. അപ്പൊ നമ്മൾ ഓപ്ഷൻ അനുസരിച്ചിട്ട് വേണം എഴുതാൻ. റഷ്യയിൽ നിന്നാണ് നമ്മൾ എടുത്ത പ്രധാനപ്പെട്ട ആശയം എന്താണെന്ന് ചോദിച്ചാൽ എക്കണോമിക്, സാമ്പത്തികം എന്ന ആശയം നമ്മൾ എവിടെ നിന്ന് എടുത്തു? റഷ്യയിൽ നിന്ന് എടുത്തു. അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം. റഷ്യ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് സമ്പ്രദായം, ഞാനിവിടെ രാഷ്ട്രീയവൽക്കരിക്കുന്നില്ല, ഒന്നിനെയും രാഷ്ട്രീയവൽക്കരിക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. തെറ്റായി ഒന്നും ഇതിൽ വ്യാഖ്യാനിക്കരുത്. റഷ്യ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ്. ഈ കമ്മ്യൂണിസ്റ്റിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, കൃഷി, പാവങ്ങൾ, അങ്ങനെ ഒരു ലെവലിൽ പോകുന്ന ഒരു പാർട്ടി. എല്ലാ പാർട്ടിക്കും അതിൻ്റെതായിട്ടുള്ള ഗുണഗണങ്ങളുണ്ട്. ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ഇതിലൊന്നും തെറ്റായി വ്യാഖ്യാനിക്കരുത്. അങ്ങനെ നോക്കുമ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ ഗ്രാമങ്ങൾ, പാവങ്ങൾ, കൃഷി, അങ്ങനെ റഷ്യ എന്ന് പറയുമ്പോൾ സ്റ്റാലിന്റെ ഒക്കെ കാലത്ത് അത്രയും കൂടുതൽ കാർഷിക പുരോഗതി നേടിയ ഒരു രാജ്യമായിരുന്നു റഷ്യ. സ്റ്റാലിൻ ആ സമയത്ത് പഞ്ചവത്സര പദ്ധതികൾ പോലും, പഞ്ചവത്സര പദ്ധതിക്ക് റഷ്യയിൽ വേറെ എന്തൊക്കെ പേരാണ് പറയുന്നത്, പഞ്ചവത്സര പദ്ധതി പോലുള്ള പല ആശയങ്ങളും റഷ്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ പഞ്ചവത്സര പദ്ധതി? നമ്മളെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ 5 വർഷം ഭരിക്കും, അതറിയാലോ. എന്ന് വെച്ചാൽ ഈ 5 വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്ത് പല രീതിയിലുള്ള പുരോഗതികൾ ഉണ്ടാക്കണം. പല രീതിയിലുള്ള പുരോഗതി എന്ന് വെച്ചാൽ അതൊരു പക്ഷേ വിദ്യാഭ്യാസപരമായിരിക്കാം, ആരോഗ്യപരമായിരിക്കാം, സാമ്പത്തികപരമായിരിക്കാം, കാർഷികപരമായിരിക്കാം, അങ്ങനെ പല പുരോഗതികളും. അങ്ങനെ 5 വർഷം കൊണ്ട് ഓരോ മേഖലയിലും രാജ്യം ഇത്രയും പുരോഗതി കൈവരിക്കണം. ആ കൈവരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് പാർലമെന്റ് ഒരു ചുരുക്കപ്പട്ടിക ഉണ്ടാകും. ആ പട്ടിക വെച്ചിട്ട് ഈ പാർലമെന്റ് എന്ത് ചെയ്യും? 5 വർഷം ഈ വികസനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ വികസനങ്ങൾക്ക് വേണ്ടി 5 വർഷത്തേക്ക് എന്തൊക്കെയാണോ ചെയ്യുന്നത് അതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണത് പഞ്ചവത്സര പദ്ധതി. റഷ്യയും അങ്ങനെ തന്നെയാണ്. സ്റ്റാലിന്റെ കാലഘട്ടത്തിൽ കാർഷിക പുരോഗതി അത്രയും മൂർധന്യാവസ്ഥയിലെത്തിയ ഒരു കൺട്രി ആയിരുന്നു ഏത്? റഷ്യ. പിന്നെ ഗോർബച്ചേവ് വന്നു. തുടക്കത്തിലൊക്കെ അത്രയും കാർഷിക പുരോഗതി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ റഷ്യ തകർന്ന് തരിപ്പണമാവുകയാണ് ചെയ്തത്. അങ്ങനെ നോക്കുമ്പോൾ റഷ്യ അത്രയും മാത്രം കാർഷിക പുരോഗതി നേടിയ ഒരു രാജ്യമായിരുന്നുവെങ്കിൽ, സാമ്പത്തികം എന്ന ആശയം നമ്മൾ റഷ്യയിൽ നിന്ന് കടം കൊണ്ടുവെങ്കിൽ, പഞ്ചവത്സര പദ്ധതി എന്ന ആശയവും നമ്മൾ എവിടെ നിന്ന് കടം കൊണ്ടുണ്ടാവും? റഷ്യയിൽ നിന്ന് കടം കൊണ്ടുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ പഞ്ചവത്സര പദ്ധതികൾ അഥവാ 5-year പ്ലാൻ, സാമ്പത്തികം അവിടെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ പഞ്ചവത്സര പദ്ധതിയും എവിടെ തന്നെ എടുത്തു? റഷ്യയിൽ നിന്ന് തന്നെ കടം കൊണ്ടുവന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതുകൂടാതെ ജസ്റ്റിസ് എന്ന് വെച്ചാൽ നീതി, അതുകൂടാതെ മൗലിക കർത്തവ്യങ്ങൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അല്ലെ? മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ? സ്വാഭാവികമായിട്ടും ദേശീയ പതാകയെ ആദരിക്കണം, അതുപോലെ തന്നെ അങ്ങനെ പല കാര്യങ്ങളില്ലേ, ജനഗണമനയെ ആദരിക്കണം. അങ്ങനെ മൗലിക കർത്തവ്യങ്ങൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന ആശയവും നമ്മൾ എവിടെ നിന്ന് കടം കൊണ്ടു? മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയവും നമ്മൾ എവിടെ നിന്ന് കടം കൊണ്ടു? റഷ്യയിൽ നിന്ന് കടം കൊണ്ടു എന്ന്
അപ്പൊ നമ്മൾ റഷ്യയെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റഷ്യയിൽ നിന്നും എന്തെടുത്തു? സാമ്പത്തികം എന്ന ആശയം റഷ്യയിൽ നിന്ന് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 ഇയർ പ്ലാൻ, പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി, അത് പല രീതിയിലുള്ള വികസനം, അതിന് ഒരു രാജ്യം അല്ലെങ്കിൽ ആ രാജ്യത്തിലെ പാർലമെന്റ് ആ 5 കൊല്ലം എന്തൊക്കെ ചെയ്യണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ച് ആ നിശ്ചയിച്ച കാര്യങ്ങൾ ചെയ്ത് ആ വളർച്ചയിൽ എത്തിക്കാൻ ആ രാജ്യത്തെ വളർച്ചയിൽ എത്തിക്കാൻ നോക്കും. അപ്പൊ സ്വാഭാവികമായി പഞ്ചവത്സര പദ്ധതി 5 വർഷമാണ്. 5 വർഷമാണെങ്കിൽ 5 വർഷമോ അതിനേക്കാൾ മുകളിലോ, ഇപ്പോ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ അമേരിക്ക, അവിടുത്തെ രാഷ്ട്രപതിയുടെ കാലാവധി, രാഷ്ട്രപതി മീൻസ് അവിടെ പ്രസിഡന്റ് 4 വർഷമാണ്. അപ്പൊ ഒരിക്കലും അമേരിക്കയിൽ നിന്ന് പഞ്ചവത്സര പദ്ധതി എടുക്കാൻ പറ്റില്ല. കാരണം അവിടെ 4 വർഷം കഴിഞ്ഞാൽ ഇലക്ഷൻ വരെയാണ്. അതുപോലെ തന്നെയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, അവിടെ 4 വർഷമാണ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററുടെ കാലാവധി. അപ്പൊ പഞ്ചവത്സര പദ്ധതി എവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. അവിടെയൊക്കെ 4 വർഷത്തേക്കുള്ള വികസനമാണ് പ്ലാൻ ചെയ്തത്. ഇന്ത്യയിൽ എങ്ങനെയാ 5 വർഷം. അപ്പൊ റഷ്യയിൽ ശരിക്കും റഷ്യൻ പ്രസിഡന്റിന്റെ കാലാവധി 6 വർഷമാണ്. അങ്ങനെ നോക്കുമ്പോൾ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണെന്ന് മനസ്സിലായി. റഷ്യയിൽ ചിലപ്പോൾ 6 വർഷത്തേക്കായിരിക്കും അവർ പ്ലാൻ ചെയ്തത്. ഇന്ത്യയിലെ ഭരണം 5 വർഷമായത് കാരണം ഇന്ത്യയിൽ ഒരു പക്ഷേ 5 വർഷത്തേക്ക് വേണ്ടി പ്ലാൻ ചെയ്തു. എങ്ങനെ നോക്കുമ്പോഴും സാമ്പത്തികം എന്ന ആശയം നമ്മൾ റഷ്യയിൽ നിന്ന് കടം കൊണ്ടിട്ടുണ്ടെങ്കിൽ, റഷ്യ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അപ്പൊ സ്വാഭാവികമായി കാർഷിക പുരോഗതി അവരുടെ മുൻകാല അജണ്ടകളിൽ ഒന്നായിരിക്കാം. അങ്ങനെ നോക്കുമ്പോൾ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം അത് കാർഷികപരമായിട്ടുള്ള എന്ത് വികസനവും അതിനെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നുണ്ട്. ആ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം റഷ്യയിൽ നിന്ന് കടം കൊണ്ടു. അതുപോലെ നീതി, ഇംഗ്ലീഷിൽ ജസ്റ്റിസ് എന്ന് പറയും. അതുപോലെ മൗലിക കർത്തവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ ഗാനത്തെ ആദരിക്കണം, അതൊരു മൗലിക കർത്തവ്യമാണ്. ഇന്ത്യൻ ദേശീയ പതാകയെ ആദരിക്കണം, അത് മൗലിക കർത്തവ്യം. ചരിത്ര സ്മാരകങ്ങളെ ബഹുമാനിക്കണം, അല്ലെ, രാഷ്ട്രപതിയെ ബഹുമാനിക്കണം, ഇതൊക്കെ കർത്തവ്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഇതുപോലെയുള്ള കർത്തവ്യങ്ങൾ എല്ലാം നമ്മൾ കടകൊണ്ടത് എവിടെ നിന്ന്? റഷ്യയിൽ നിന്ന്. അങ്ങനെ നോക്കുമ്പോൾ ഇത്ര ഭാഗം റഷ്യ. അപ്പൊ പാർലമെന്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ടതെല്ലാം എവിടെ നിന്ന് വന്നു? ബ്രിട്ടനിൽ നിന്ന്. രാഷ്ട്രപതി എന്ന് വെച്ചാൽ പ്രസിഡന്റ്, സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടത് മൗലികാവകാശം, പ്രിയാമ്പിൾ, ആമുഖം, അതെല്ലാം എവിടെ നിന്ന്? അമേരിക്കയിൽ നിന്ന്. സാമ്പത്തിക പഞ്ചവത്സര പദ്ധതി, നീതി, മൗലിക കർത്തവ്യങ്ങൾ, ഇതെല്ലാം എവിടെ നിന്ന് വന്നു? റഷ്യയിൽ നിന്ന് വന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടും, ഇന്ത്യയിലെ പരമോന്നത തലവനാര് തന്നെയാണ്? രാഷ്ട്രപതിയെ നമ്മൾ എന്ന് വെച്ചാൽ പ്രസിഡന്റിനെ നമ്മൾ നേരിട്ടാണോ തിരഞ്ഞെടുക്കുന്നത്? എപ്പോഴെങ്കിലും നമ്മുടെ ബഹുമാനായ ഏതെങ്കിലും രാഷ്ട്രപതിക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ശ്രീ APJ അബ്ദുൽ കലാമിന്, മലയാളിയായ ശ്രീ KR നാരായണൻ അവർക്ക്, അതുപോലെ ഇന്നത്തെ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദിനോ പ്രതിഭാ ദേവി സിംഗ് പാട്ടീലിനോ എപ്പോഴെങ്കിലും നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടോ? നേരിട്ട് ഇല്ല. പക്ഷെ അമേരിക്കയിൽ അങ്ങനെയല്ല. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഡയറക്റ്റ് ആണ്, എന്ന് വെച്ചാൽ ജനം പ്രസിഡന്റിനെ അമേരിക്കയിൽ തെരഞ്ഞെടുക്കുന്നു. റഷ്യയിലും അങ്ങനെയാണ്, ജനം അവിടെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നു. ഇന്ത്യയിൽ ഒരിക്കലും ജനമല്ല പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. എന്ന് വെച്ചാൽ ലോകസഭയിലെയും രാജ്യസഭയിലെയും നിശ്ചിത MP-മാരാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായം നമ്മൾ അമേരിക്കയിൽ നിന്നോ റഷ്യയിൽ നിന്നോ കടം കൊള്ളാൻ സാധ്യതയുണ്ടോ? അമേരിക്കയിൽ നിന്നോ റഷ്യയിൽ നിന്നോ ആണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സമ്പ്രദായം നമ്മൾ കടം കൊണ്ടതെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും രാഷ്ട്രപതിക്ക് നേരിട്ട് വോട്ട് ചെയ്തേനെ, അല്ലെ? കാരണം അമേരിക്കയും റഷ്യയിലും എല്ലാം ജനങ്ങളാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യയിൽ അങ്ങനെയല്ല. അപ്പൊ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എവിടെ നിന്ന് തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ല. അമേരിക്കയിൽ നിന്നോ റഷ്യയിൽ നിന്നോ തിരഞ്ഞെടുക്കാൻ ആശയമെടുക്കാൻ ഒരു സാധ്യതയുമില്ല. അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, അത് കടം കൊണ്ടത് എവിടെ നിന്നാണ്? അയർലാൻഡ് ആണെന്ന് പറഞ്ഞത്. അയർലാൻഡ് നമ്മുടെ അവിടെ എങ്ങനെയാണോ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും അയർലാൻഡിലും. കാരണം അയർലാൻഡിലും ബൈകാമറൽ സമ്പ്രദായമാണ്. എന്ന് വെച്ചാൽ നമ്മളെ പോലെ തന്നെ 2 സഭകളുണ്ട്, ലോകസഭ രാജ്യസഭ പോലെ. ലോകസഭയും രാജ്യസഭയും ഉള്ളതിനെയാണ് ദ്വിമണ്ഡല സഭ, ബൈകാമറൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി അയർലാൻഡിലും എന്തുണ്ട്? ബൈകാമറൽ ഉണ്ട്. അപ്പൊ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സമ്പ്രദായം എവിടെ നിന്ന് കടം കൊണ്ടു? അയർലാൻഡിൽ നിന്നുമാണ് നമ്മൾ കടം കൊണ്ടത്. അയർലാൻഡിൽ നിന്ന് ഇത് മാത്രമല്ല, അതുപോലെ തന്നെ മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയം നമ്മൾ എവിടെ നിന്ന് കടം കൊണ്ടു? നമ്മൾ അയർലാൻഡിൽ നിന്ന് കടം കൊണ്ടു. മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഉദാഹരണം പഞ്ചായത്തുകൾ രൂപീകരിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. രൂപീകരിക്കണം എന്ന ഒരു ആശയം അതിൽ വെച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ ആശയമാണത്. പഞ്ചായത്തുകൾ രൂപീകരിക്കണം, ഗോവധം നിരോധിക്കണം. എല്ലായിടത്തും ഗോവധം നിയമപരമായി നിരോധിച്ച സംസ്ഥാനങ്ങളും ഇന്ത്യയിലുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് പോഷകാഹാരങ്ങൾ നൽകണം. എല്ലായിടത്തും അങ്ങനെ ചെയ്യുന്നില്ല. ചെയ്യണമെന്ന് ആ നിർദ്ദേശക തത്വങ്ങളിൽ
പറയുന്നുണ്ട് അല്ലെ. അപ്പോൾ സ്വാഭാവികമായി മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം എവിടെ നിന്നാണ്? അയർലാൻഡിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്നു, സ്വാഭാവികം. അപ്പൊ അങ്ങനെ നമുക്ക് രാഷ്ട്രപതി തിരഞ്ഞെടുക്കുക അത് അമേരിക്കയിൽ നിന്നും റഷ്യയിൽ നിന്നും അല്ല എന്നുള്ളത് യാതൊരു വിധത്തിലുള്ള സംശയമില്ല. അപ്പോൾ അയർലാൻഡിൽ നിന്ന് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സമ്പ്രദായം എന്ന ആശയം നമ്മൾ കടം കൊണ്ടു. അതുപോലെ തന്നെ മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയം നമ്മൾ എവിടെ നിന്ന് കടം കൊണ്ടു? അയർലാൻഡിൽ നിന്ന് കടം കൊണ്ടു. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നു അല്ലെ. 12 അംഗങ്ങളെയാണ് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നത്. തെരഞ്ഞെടുക്കാതെ രാഷ്ട്രപതിയുടെ നിർദ്ദേശപ്രകാരം 12 അംഗങ്ങളെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴും ഇതും ബൈക്യാമറൽ സമ്പ്രദായമുള്ള ഒരു രാജ്യത്തിൽ നിന്ന് മാത്രം. ബൈക്യാമറൽ എന്ന് പറഞ്ഞാൽ എന്താ? ലോകസഭയും രാജ്യസഭ പോലെ 2 സഭകൾ ഉണ്ടാവണം. 2 സഭകൾ ഉണ്ടെങ്കിൽ ഉള്ള എന്നുവെച്ചാൽ 2 സഭയ്ക്കും പൂർണ്ണമായ അധികാരമുള്ള ഒരു രാജ്യത്തിൽ മാത്രമേ അങ്ങനെ നടക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഇത് നോക്കിയാൽ അറിയാം, അമേരിക്കയിലെ രാഷ്ട്രപതി ഡയറക്റ്റ് ആണ്, റഷ്യയിലെ രാഷ്ട്രപതി നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. അല്ല, ഇന്ത്യയിലെ രാഷ്ട്രപതി എന്തല്ല നേരിട്ടല്ല തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെയാണ് അയർലാൻഡിലും. അപ്പൊ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന വ്യവസ്ഥ അതും എവിടെ നിന്ന് കടം കൊണ്ടു? അയർലാൻഡിൽ നിന്ന്. അപ്പോൾ രാജ്യസഭയിലേക്കുള്ള നോമിനേഷൻ അങ്ങനെ വിളിച്ചത് രാജ്യസഭയിലേക്കുള്ള രാഷ്ട്രപതിയുടെ നാമനിർദ്ദേശം. അപ്പൊ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അത് നിങ്ങൾക്കറിയാം, അമേരിക്കയിൽ നിന്ന് റഷ്യയിൽ നിന്ന് വരില്ല. കാരണം എന്താ? അവിടെയൊക്കെ നേരിട്ട്. അപ്പൊ അത് അയർലാൻഡിൽ നിന്ന്. പിന്നെ മൗലിക കർത്തവ്യങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് ഇംഗ്ലീഷിൽ പറയും, അതും അയർലാൻഡിൽ നിന്ന്. പിന്നെ രാജ്യസഭയിലേക്കുള്ള രാഷ്ട്രപതിയുടെ നാമനിർദ്ദേശം. കാരണം ഇവിടെയൊക്കെ സുപ്രീം പവർ രാഷ്ട്രപതിക്കാണ്, റഷ്യയിലും അമേരിക്കക്കൊക്കെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സുപ്രീം പവർ എന്ന പേര് രാഷ്ട്രപതിക്കാണെങ്കിലും ഇവിടെ അധികാര സമ്പ്രദായം മൊത്തം ആരുടെ കയ്യിലാണ്? പ്രധാനമന്ത്രിയുടെ കയ്യിലാണ്. അതുപോലെ തന്നെയാണ് അയർലാൻഡിൽ. അപ്പൊ രാഷ്ട്രപതിയുടെ നോമിനേഷൻ എവിടെ നിന്ന്? രാജ്യസഭയിലേക്കുള്ള നോമിനേഷൻ അതും എവിടെ നിന്ന് കടം കൊണ്ടു? അയർലാൻഡിൽ നിന്നും നമ്മുടെ ഭരണഘടന കടം കൊണ്ടു. ഇനി നമുക്ക് അടുത്തത് ചിന്തിക്കാൻ, നമുക്ക് കാനഡയിലേക്ക് പോകാം. എവിടെ? കാനഡ അമേരിക്കയുടെ തൊട്ടടുത്ത് കിടക്കുന്ന കൺട്രിയാണിത്, കാനഡ. ഈ കാനഡയായാലും ഓസ്ട്രേലിയ ആയാലും ഇതെല്ലാം ഫെഡറൽ ഗവൺമെന്റ് ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താണ് ഫെഡറൽ ഗവൺമെന്റ്? ഫെഡറൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്രീയ സമ്പ്രദായവും അതിന് താഴെ ഒരു സംസ്ഥാന വ്യവസ്ഥയും. എടുത്തു പറഞ്ഞാൽ കേന്ദ്രത്തിൽ ഒരു ഭരണ സമ്പ്രദായം ഉണ്ട്, ഇല്ലേ? ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു ഭരണ സമ്പ്രദായം കേന്ദ്രത്തിലുണ്ട്. അതുപോലെ ഓരോ സംസ്ഥാനത്തിനും എന്തുണ്ട്? ഒരു നിയമസഭയും അതിന്റെ തലവനായ മുഖ്യമന്ത്രിയെല്ലാം ഓരോ സംസ്ഥാനത്തിലുണ്ട്. അപ്പൊ കേന്ദ്രീകൃത വ്യവസ്ഥയും സംസ്ഥാന വ്യവസ്ഥയും ഒരേപോലെ നിലകൊള്ളുന്ന കൺട്രികളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫെഡറൽ കൺട്രീസ് അഥവാ ഫെഡറൽ സമ്പ്രദായം. എന്ന് വെച്ചാൽ കേന്ദ്രത്തിന് നിയമം ഉണ്ടാക്കാൻ അധികാരമുണ്ട്, അതേപോലെ തന്നെ സംസ്ഥാനത്തിനും എന്തുണ്ട്? നിയമങ്ങൾ ഉണ്ടാക്കാൻ വ്യവസ്ഥയുണ്ട്. അപ്പൊ അമേരിക്കയിൽ 2 ഗവൺമെന്റ് ഉണ്ട്, സെൻട്രലിലുണ്ട്, സ്റ്റേറ്റിന് സ്റ്റേറ്റ് സെക്രട്ടറി ഉണ്ട്. പക്ഷെ സ്റ്റേറ്റുകൾക്കൊന്നും അവിടെ എന്തുണ്ടാക്കാൻ അധികാരമില്ല, നിയമം ഉണ്ടാക്കാൻ അധികാരമില്ല. അവിടെയെല്ലാം കേന്ദ്രത്തിന് മാത്രം, പ്രസിഡന്റ് അടങ്ങുന്ന കേന്ദ്രത്തിന് മാത്രമാണ് നിയമങ്ങൾ ഉണ്ടാക്കാൻ വ്യവസ്ഥ. അപ്പൊ അമേരിക്ക പൂർണ്ണമായി ഒരു ഫെഡറൽ ഗവൺമെന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ബ്രിട്ടൻ പൂർണ്ണമായി ഒരു ഫെഡറൽ ഗവൺമെന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കാനഡ പൂർണ്ണമായും എന്താണ്? ഒരു ഫെഡറൽ ഗവൺമെന്റ്. കാരണം കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അവിടെ തുല്യ പ്രാധാന്യം. അതുപോലെ തന്നെയല്ലേ ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെന്റ് ഇല്ലേ, സംസ്ഥാന ഗവൺമെന്റ് ഇല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലും കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും തുല്യ പ്രാധാന്യമല്ലേ? അപ്പൊ ഇന്ത്യ ഫെഡറൽ ഗവൺമെന്റ് ആണോ? അല്ലയോ? ആണ്. അപ്പൊ ഫെഡറൽ ഗവൺമെന്റ് എന്ന ആശയം ഇന്ത്യ എവിടെ നിന്ന് കടം കൊള്ളും? കാനഡയിൽ നിന്ന് കടം കൊള്ളും, അല്ലെ? ഫെഡറൽ ഗവൺമെന്റ് എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്ന്. അപ്പൊ സ്റ്റേറ്റുകൾക്കും അതുപോലെ തന്നെ രാജ്യത്തിനും എന്നുവെച്ചാൽ സെൻട്രലിനും തുല്യ പ്രാധാന്യം ഉണ്ടെങ്കിൽ സ്റ്റേറ്റുകൾക്ക് നിയമം ഉണ്ടാക്കാം, സെൻട്രലിനും എന്തുണ്ടാക്കാം? നിയമം ഉണ്ടാക്കാം. അപ്പോ ഒരു പ്രത്യേക ലിസ്റ്റ് അതിലുണ്ടാവും. സ്റ്റേറ്റുകൾക്ക് ഇത്ര കാര്യങ്ങളിൽ നിയമം ഉണ്ടാക്കാൻ അധികാരമുണ്ട്, സെൻട്രലിനും ഇത്ര കാര്യങ്ങളിൽ നിയമം ഉണ്ടാക്കാൻ അധികാരമുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഫെഡറൽ ഗവൺമെന്റിൽ മാത്രമേ അങ്ങനെ ഒരു നിയമവ്യവസ്ഥിതി ഉണ്ടാവുള്ളൂ. സ്റ്റേറ്റുകൾക്ക് ഏതൊക്കെ വിഷയങ്ങളിലാണോ നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ളത് ആ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയ ആ പട്ടികയെ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ് ലിസ്റ്റ്, അല്ലെ? സ്റ്റേറ്റ് ലിസ്റ്റിൽ ഒരു സംസ്ഥാനത്തിന് ഏതൊക്കെ ഭാഗങ്ങളിൽ ഏതൊക്കെ വിഷയങ്ങളിൽ അധികാരമുണ്ട്, നിയമം ഉണ്ടാക്കാമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ യൂണിയൻ ലിസ്റ്റ് നേരെ തിരിച്ചാണ്. യൂണിയൻ ലിസ്റ്റിൽ എന്താ പ്രതിപാദ്യ വിഷയം? കേന്ദ്രത്തിന് ഏതൊക്കെ വിഷയങ്ങളിൽ നിയമം ഉണ്ടാക്കാം, കേന്ദ്രത്തിന് ഏതൊക്കെ വിഷയങ്ങളിൽ അധികാര പരിധിയുണ്ട്
എന്നതിനെ കുറിച്ചുള്ള ഒരു ചുരുക്കപ്പെട്ടുകയാണെന്ന് യൂണിയൻ ലിസ്റ്റ്. അപ്പൊ സ്റ്റേറ്റിനും യൂണിയനും തുല്യ പ്രാധാന്യമുള്ള കൺട്രികളിൽ മാത്രമല്ലേ സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും നിലകൊള്ളുള്ളൂ. അപ്പൊ കാനഡ ഒരു ഫെഡറൽ ഗവൺമെന്റ് ആണെങ്കിൽ കാനഡയിൽ സ്റ്റേറ്റുകൾക്കും സെൻട്രലിനും തുല്യ പ്രാധാന്യം ഉണ്ടെങ്കിൽ കാനഡയിൽ എന്തുണ്ടാവും? സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും ഉണ്ടാവും അല്ലെ. അപ്പൊ സ്വാഭാവികമായി സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും കാനഡയിൽ ഉണ്ടെങ്കിൽ കാനഡ സ്വാഭാവികമായി ഒരു ഫെഡറൽ ഗവൺമെന്റ് ആണെന്ന് ഉറപ്പിക്കാം. അപ്പൊ ഫെഡറൽ ഗവൺമെന്റ് എന്ന ആശയം കാനഡയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടതെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന ആശയം കടം കൊണ്ടത് എവിടെന്നാ? സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന ആശയം കടം കൊണ്ടത് കാനഡയിൽ നിന്ന് അല്ലെ. യൂണിയൻ ലിസ്റ്റ് എന്ന ആശയം കടം കൊണ്ടത് എവിടെന്നാ? കാനഡയിൽ നിന്ന്. സിമ്പിളായി പറയാം. അപ്പൊ ഫെഡറൽ ഗവൺമെന്റ് ഉള്ള ഒരു കൺട്രിയിൽ മാത്രമേ പൂർണ്ണമായും സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും വിനിയോഗിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ കാനഡ ഒരു ഫെഡറൽ ഗവൺമെന്റ് ആണ്. സ്റ്റേറ്റിനും കേന്ദ്രത്തിനും തുല്യ പ്രാധാന്യം. അങ്ങനെ നോക്കുമ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് കാനഡയിലെ ഗവൺമെന്റിൽ ഉള്ള ഒരു കാര്യം. അങ്ങനെ നോക്കുമ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് ഈ രണ്ട് ആശയങ്ങളും കാനഡയിൽ നിന്ന് കടം കൊണ്ടു. സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്ത് പറയുന്നു? ഒരു സംസ്ഥാനത്തിന് ഏതൊക്കെ വിഷയങ്ങളിൽ നിയമം ഉണ്ടാക്കാം. ഉദാഹരണം പഞ്ചായത്ത്. ഒരു പഞ്ചായത്തിന്റെ ഫുൾ ആയിട്ടുള്ള അധികാരം മൊത്തം ഒരു സംസ്ഥാന ഗവൺമെന്റിനാണ്. കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റില്ല. ഇംഗ്ലീഷിൽ ലോക്കൽ ബോഡി പഞ്ചായത്ത് അല്ലെ. ഇനിയിപ്പോ കേന്ദ്രത്തിന് അധികാര പരിധി പറയാം ആർമി, മിലിറ്ററിയിൽ ഒരു സംസ്ഥാനത്തിന് നിയമം ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു സംസ്ഥാനത്തിന്റെ കയ്യിലാണ് മിലിറ്ററി അല്ല. അപ്പൊ മിലിറ്ററി കേന്ദ്രത്തിന്റെ കയ്യിൽ. അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് തുടങ്ങിയ രണ്ട് ആശയങ്ങളും എവിടെ നിന്ന് കടം കൊണ്ടു? കാനഡയിൽ നിന്ന് കടം കൊണ്ടു. ഇനി കൺകറന്റ് ലിസ്റ്റ് എന്നൊരു ആശയമുണ്ട്. എന്താണ് കൺകറന്റ് ലിസ്റ്റ്? രണ്ട് ഗവൺമെന്റിനും തുല്യ പ്രാധാന്യത്തോടെ നിയമം ഉണ്ടാക്കാം. ഒരു പക്ഷെ അത് കാനഡയിൽ ഉണ്ടാവാൻ സാധ്യതയില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം മറ്റൊരു കൺട്രിയിൽ നിന്ന് അത് കടം കൊണ്ടത്. കാനഡയിൽ ഉണ്ടായിരുന്നെങ്കിൽ അതും കാനഡയിൽ നിന്ന് തന്നെ എന്ത് ചെയ്തേനെ? കടം കൊണ്ടേനെ. അപ്പോ കാനഡയിൽ ഇല്ലാത്ത ഒരു ലിസ്റ്റ് ഏതാ? അത് ഓസ്ട്രേലിയയിൽ നിന്ന് കടം കൊണ്ടു. ഏതാ? അതിനെ വിളിച്ച പേരെന്താ? കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനും കേന്ദ്രത്തിനും ആ വിഷയങ്ങളിൽ ഇടപെടാം. അങ്ങനെ ഏതൊക്കെ വിഷയങ്ങളുണ്ടോ അതിന് ചുരുക്കപ്പെട്ടിരിക്കുകയാണെന്ത്? കൺകറന്റ് ലിസ്റ്റ്. ഉദാഹരണം പറഞ്ഞാൽ വിദ്യാഭ്യാസം. അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടും. കേന്ദ്രീയ വിദ്യാലയമുണ്ട്, അത് കേന്ദ്രത്തിന്റെ കയ്യിലാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലും വിദ്യാഭ്യാസ മേഖല സ്കൂളുകളുണ്ട്, അത് സംസ്ഥാനത്തിന്റെ കയ്യിലാണ്. അപ്പൊ കേന്ദ്രത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ നിയമം ഉണ്ടാക്കാം, സംസ്ഥാനത്തിനും എന്ത് ചെയ്യാം? വിദ്യാഭ്യാസ മേഖലയിൽ നിയമം ഉണ്ടാക്കാം. ഇപ്പൊ DPEP കൊണ്ടുവന്ന തരം കേന്ദ്രമാണ് അല്ലെ. SSA കൊണ്ടുവന്ന തരം സർവശിക്ഷ അഭയാൻ കേരളമാണ്. അപ്പോൾ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യ പ്രാധാന്യത്തോടു കൂടി ഏതൊക്കെ വിഷയങ്ങളിൽ നിയമം ഉണ്ടാക്കാം അതാണെന്ത്? കൺകറന്റ് ലിസ്റ്റ്. അപ്പൊ കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം എവിടെ നിന്ന് കടം കൊണ്ടു? ആസ്ട്രേലിയയിൽ നിന്ന് കടം കൊണ്ടു. അപ്പൊ ആസ്ട്രേലിയയിലും അപ്പൊ എന്തെങ്കിലും ഫെഡറൽ ഗവൺമെന്റ് ആയിരിക്കും. രണ്ട് ഗവൺമെന്റിനും തുല്യ പ്രാധാന്യം ഉണ്ടെങ്കിൽ അതെന്താ? ഫെഡറൽ ഗവൺമെന്റ്. അവിടെ തന്നെയാണ് എന്തും വരികയുള്ളൂ? കൺകറന്റ് ലിസ്റ്റും വരികയുള്ളൂ. അതുപോലെ ആസ്ട്രേലിയയിൽ നിന്ന് കടം കൊണ്ട മറ്റൊരു സംഭവമാണ് സംയുക്ത സമ്മേളനം അഥവാ ജോയിന്റ് സിറ്റിംഗ്. മലയാളത്തിൽ എന്ത് പറയും? സംയുക്ത സമ്മേളനം അഥവാ ജോയിന്റ് സിറ്റിംഗ്. എന്താ ജോയിന്റ് സിറ്റിംഗ്? അത് നിങ്ങൾക്ക് ആലോചിച്ച് കിട്ടും. പാർലമെന്റിൽ പോയ ഒരു ഭാഗത്ത് ലോകസഭ MP മാരുണ്ടാവും, മറുഭാഗത്ത് രാജ്യസഭ MP മാരുണ്ടാവും. ഒരു ബില്ല് ലോകസഭ പാസ്സാക്കി, എന്തെങ്കിലും ഒരു ബില്ല്, ഒരു നിയമമാക്കാനുള്ള ബില്ല് ലോകസഭ പാസ്സാക്കി. അത് രാജ്യസഭ പാസ്സാക്കി രാഷ്ട്രപതിയിലേക്ക് പോയി രാഷ്ട്രപതി ഒപ്പുവെക്കുമ്പോഴാണ് അത് എന്താവുക? നിയമമാകും. ചില സമയത്ത് ലോകസഭ ഒരു ബില്ല് അംഗീകരിക്കും, രാജ്യസഭയിലേക്ക് എത്തുമ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. രാജ്യസഭ വീണ്ടും തിരിച്ചവിടേക്ക് അയക്കും, ലോകസഭയിലേക്ക് അയക്കും. ലോകസഭയ്ക്ക് ആ ബില്ലിൽ താല്പര്യമുണ്ട്, അവര് വീണ്ടും അത് ഒപ്പുവെച്ച് എവിടേക്ക് തന്നെ വിട്ടു? രാജ്യസഭയിലേക്ക് വിട്ടു. രാജ്യസഭ തർക്കമായി, ആ ബില്ലിൽ താല്പര്യമില്ല. ആകെ ലോകസഭയും രാജ്യസഭയും തമ്മിൽ എന്തായി? പ്രശ്നമായി. ശരിക്കും ആ ബില്ലിന് പോകേണ്ടത് എവിടേക്കാം? രാഷ്ട്രപതിക്ക്. അപ്പൊ സ്വാഭാവികമായി അവിടെ ഭരണവ്യവസ്ഥയിൽ ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പൊ രാഷ്ട്രപതി എന്ത് ചെയ്യും? ലോകസഭയും രാജ്യസഭയും കൂടി ഒറ്റ ഹാളിൽ കൊണ്ടിരുത്തും. എന്നിട്ട് ആ ബില്ല് പാസ്സാക്കുകയോ അല്ലെങ്കിൽ അത് ഭൂരിപക്ഷം അനുസരിച്ച് ചിലപ്പോൾ ആ ബില്ല് പാസ്സാവാം, വോട്ടനുസരിച്ചിട്ടാണ്, ഇല്ലെങ്കിൽ തള്ളിപ്പോവാം. അങ്ങനെ രണ്ട് സഭയും കൂടി ഒരുമിച്ചിരുന്ന് ആ ബില്ലിൽ ഒരു തീർപ്പ് കൽപ്പിക്കുക എന്ന് വെച്ചാൽ പാസ്സാക്കണമെന്ന് നിർബന്ധമില്ല, അത് ആ ബില്ലിന് വോട്ടിടാൻ പറയും. അത് ഭൂരിപക്ഷത്തിനനുസരിച്ച് അല്ലെ അത് പാസ്സാക്കാം അല്ലെങ്കിൽ തള്ളിപ്പോവാം. അങ്ങനെ രണ്ട് സഭകളെയും ഒരുമിച്ച് രാഷ്ട്രപതി ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ആ ബില്ലിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്ന ആ സംവിധാനത്തെ വിളിക്കുന്ന പേരാണത് ജോയിന്റ് സിറ്റിംഗ് അല്ലെ. അപ്പൊ ജോയിന്റ് സിറ്റിംഗ് അതും ഒരു ദ്വിമണ്ഡല സഭയുള്ള ഒരു കൺട്രിയിൽ മാത്രമേ നടക്കുള്ളൂ. ആസ്ട്രേലിയയിൽ ബൈകാമറൽ സമ്പ്രദായമാണ്. ഇവിടത്തെ പോലെ ലോകസഭയും രാജ്യസഭയും എവിടെയും ഉണ്ട്? ആസ്ട്രേലിയയിലും ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ജോയിന്റ് സിറ്റിംഗ് എന്ന സമ്പ്രദായം എവിടെ നിന്ന് കടമെടുത്തു? ആസ്ട്രേലിയയിൽ നിന്ന്. കൺകറന്റ് ലിസ്റ്റ് എവിടെ നിന്ന്? ആസ്ട്രേലിയ. അപ്പൊ കേരള എന്ന് പറയുമ്പോൾ എന്താ? ഫെഡറൽ ഗവൺമെന്റ് ആണ്. ഫെഡറൽ ആണെങ്കിൽ അവിടെ നമ്മുടെ ഇന്ത്യയിലെ പോലെ തന്നെ സ്റ്റേറ്റിനും കേന്ദ്രത്തിനും തുല്യ പ്രാധാന്യം. അപ്പൊ കാനഡയിൽ നിന്ന് സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് നമ്മൾ കടം കൊണ്ടു. പക്ഷെ കാനഡയിൽ എന്തുണ്ടാവാൻ സാധ്യതയില്ല? കൺകറന്റ് ലിസ്റ്റ് ഇല്ലായിരിക്കാം. അപ്പൊ അത് ആസ്ട്രേലിയയിലേക്ക് പോയി. ആസ്ട്രേലിയയിലും ഫെഡറൽ ഗവൺമെന്റ് ആണ്. ഫെഡറൽ ഗവൺമെന്റ് ആണെങ്കിൽ മാത്രമേ അവിടെ രണ്ട് ഗവൺമെന്റിന് തുല്യ പ്രാധാന്യം വരുള്ളൂ. അപ്പൊ കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നു. ജോയിന്റ് സിറ്റിംഗും എവിടെ നിന്ന് വന്നു? ഓസ്ട്രേലിയയിൽ നിന്ന് വന്നു. ഇത്ര കാര്യം മനസ്സിലായാലോ? ഓക്കെ.
ഇനി നമുക്ക് ആസ്ട്രേലിയ കഴിഞ്ഞു. ഇനി അടുത്ത കൺട്രി. പ്രധാനപ്പെട്ട ഒരു ആശയം അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എമർജൻസി. അടിയന്തരാവസ്ഥ. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് അടിയന്തരാവസ്ഥ? നിങ്ങളുടെ മനസ്സിൽ പല അടിയന്തരവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ടാവും. അതൊന്നല്ല അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതിയാണ്, ഇന്ത്യയിൽ പ്രസിഡന്റ്. എന്തിന് പ്രഖ്യാപിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ പാർലമെന്റ് അംഗങ്ങൾക്ക് അല്ലെങ്കിൽ ആരാണോ ഭരിക്കുന്നത് ആ ഭരണകർത്താക്കൾക്ക് ഭരിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു കണ്ടീഷൻ വരികയാണ്. ഭരിക്കാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ സായുധ കലാപം, ഇന്ത്യ മൊത്തം പൊട്ടിപ്പുറപ്പെട്ട എന്തെങ്കിലും കലാപമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വലിയ ഒരു യുദ്ധമായിരിക്കാം, ഇപ്പോൾ ഒരു ലോകമഹായുദ്ധം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊട്ടിപ്പുറപ്പെടുന്നു, അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം ഒരു പ്രക്ഷോഭം ആളിക്കത്തുന്നു ഗവൺമെന്റിനെതിരെ. അങ്ങനെ പല രീതികളിൽ നമ്മുടെ ഗവൺമെന്റിന്, സെൻട്രൽ ഗവൺമെന്റിനോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിനോ ഏതെങ്കിലും സംസ്ഥാനത്തോ അല്ലെങ്കിൽ കേന്ദ്രത്തിലോ ഭരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ സ്വാഭാവികമായി നിയമങ്ങൾക്ക് അവിടെ ഒരു വിലയില്ലാതായി മാറും. ആ സമയത്ത് നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് രാഷ്ട്രപതി ഭരണം കൈയാളും. കാരണം അമേരിക്കയിലൊക്കെ എങ്ങനെ നടക്കുന്നു, രാഷ്ട്രപതി ഭരിക്കുന്നില്ലേ, അതുപോലെ ഇന്ത്യയിൽ രാഷ്ട്രപതിയിലേക്ക് ഭരണം പോകും. പിന്നെ ഭരിക്കുന്നത് പാർലമെന്റ് ആയിരിക്കില്ല. പാർലമെന്റിന് രാഷ്ട്രപതിയിലേക്ക് ഭരണം വന്നു കഴിഞ്ഞാൽ പിന്നെ പാർലമെന്റിന് എന്തുണ്ടാവില്ല, ഒരു റോൾ ഉണ്ടാവാത്തൊരവസ്ഥയാവും. അപ്പൊ സ്വാഭാവികമായി രാഷ്ട്രപതി ഇന്ത്യ പട്ടാളത്തെ വെച്ച് ഇന്ത്യ ഭരിക്കും. അതൊരു ഇത്ര കാലയളവ് പറയും. അതിനെ വിളിക്കുന്ന പേരാണ് അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥ നിലകൊള്ളുന്ന സമയത്ത് അഥവാ എമർജൻസി രൂപം കൊള്ളുന്ന സമയം മുതൽ എമർജൻസി ഡിലീറ്റ് ആവുന്ന അല്ലെങ്കിൽ ഇല്ലാതാവുന്ന സമയം വരെ മൗലികാവകാശങ്ങൾ ഉണ്ടായിരിക്കില്ല. പ്രധാനപ്പെട്ടത് അടിയന്തരാവസ്ഥ വരുമ്പോൾ എന്തുണ്ടാവില്ല, മൗലികാവകാശങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായി അടിയന്തരാവസ്ഥ എന്ന ഒരു കൺസെപ്റ്റ് ഒരു കൺട്രിയിൽ നിന്നുമാണ് ഇന്ത്യ കടന്നുള്ളത്. അതൊരു പക്ഷേ ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു കൺട്രി ആയിരിക്കാം. ആ ലോകമഹായുദ്ധത്തിലെ ഒന്നാം ലോകമഹായുദ്ധത്തിലും രണ്ടാം ലോകമഹായുദ്ധത്തിലും പങ്കെടുത്ത ഒരു കൺട്രിയാണത്. ആ രണ്ട് ലോകമഹായുദ്ധങ്ങളുടെ പരിണതഫലമായി ആ കൺട്രിയിലും ഒരുപാട് അരക്ഷിതാവസ്ഥകൾ രൂപം കൊണ്ടിട്ടുണ്ട്. അതിനെ മുൻനിർത്തിയിട്ടാണ് പിന്നീട് ആ രാജ്യം അടിയന്തരാവസ്ഥ എന്നൊരു റൂള് അവരുടെ പാർലമെന്റിൽ പാസ്സാക്കിയത്. അല്ലെ, ആ രാജ്യത്തിന്റെ പേരാണ് ജർമ്മനി. അല്ലെ, ഒന്നാം ലോകമഹായുദ്ധത്തിലും രണ്ടാം ലോകമഹായുദ്ധത്തിലും പങ്കെടുത്ത ഒരു രാജ്യമാണ് ഏത്, ജർമ്മനി. ജർമ്മനി ഈ രണ്ട് ലോകമഹായുദ്ധത്തിലും പ്രധാനപ്പെട്ട ഒരു രാജ്യമായിരുന്നു. അപ്പൊ ഒന്നാം ലോകമഹായുദ്ധത്തിലും രണ്ടാം ലോകമഹായുദ്ധത്തിലും ഒരുപാട് നഷ്ടങ്ങൾ ആർക്ക് വന്നിട്ടുണ്ട്, ജർമ്മനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയൊരു ഭാവി ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇങ്ങനെ എന്ത് ചെയ്യണം എന്ന ആശയം ജർമ്മൻ ഭരണകൂടത്തിന് ഉള്ളിൽ ഇങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അടിയന്തരാവസ്ഥ എന്ന ആശയത്തിലേക്ക് ജർമ്മനി ചെന്നെത്തിയത്. ആ അടിയന്തരാവസ്ഥ എന്ന ആശയം ജർമ്മനിയിൽ നിന്ന് ആര് കടം കൊണ്ടു, ഇന്ത്യ കടം കൊണ്ടു. അപ്പൊ ജർമ്മനിയിൽ നിന്ന് കടം കൊണ്ട പ്രധാനപ്പെട്ട ഒരു പേരാണ് അല്ലെങ്കിൽ ആശയമാണ് അടിയന്തരാവസ്ഥ. അതുപോലെ സൗത്ത് ആഫ്രിക്ക RSA എന്നാണ് എഴുതുക. സൗത്ത് ആഫ്രിക്ക ബ്രാക്കറ്റ് വേണമെങ്കിൽ SA എന്ന് എഴുതാം. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് രൂപം കൊണ്ട് കടമെടുത്ത ആശയമാണ് ഭേദഗതികൾ അഥവാ അമെൻമെന്റ്. എന്താണ് ഭേദഗതി? ഇപ്പൊ ബ്രിട്ടനിൽ ഞാൻ പറഞ്ഞു എഴുതപ്പെടാത്ത ഭരണഘടനയാണ്. അവിടെ നിയമം ഭേദഗതി ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എഴുതി വെച്ചിട്ടില്ല. സ്വാഭാവികമായി അമേരിക്കയിലും ഇന്ത്യയിലൊക്കെ ഭേദഗതി ചെയ്യേണ്ടി വരും. എന്നുവെച്ചാൽ ഭരണഘടനയിൽ എന്തെങ്കിലും ഒരു നിയമം മാറ്റം ചെയ്യണമെങ്കിൽ ആ വിഷയം ആദ്യം പാർലമെന്റിലെ ഇരു സഭകളിലും ഉന്നയിച്ച് മെജോറിറ്റി വോട്ട് പാസ്സാക്കി എടുക്കണം. കൂടുതൽ ഭൂരിപക്ഷം അതിന് പിന്തുണയ്ക്കുകയാണെങ്കിൽ ആ നിയമം പാസ്സായി ഭരണഘടനയിൽ അത് എഴുതി ചേർക്കും. അതിനെയാണ് ഭേദഗതി എന്ന് വിളിക്കുക. ഭരണഘടനയിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഭേദഗതി. അങ്ങനെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഭരണഘടനയിൽ പുതിയതായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഭേദഗതി. ആ ഭേദഗതി എന്ന ആശയം അഥവാ അമെൻമെന്റ് എന്ന ആശയം കടമെടുത്തവിടുന്ന അമേരിക്കയിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. അപ്പൊ അടിയന്തരാവസ്ഥ ജർമ്മനി, അത് ആലോചിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. രണ്ട് ലോകമഹായുദ്ധത്തിലും പങ്കെടുത്ത ഒരു രാജ്യമാണ് ജർമ്മനി. ആ രണ്ട് ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ ജർമ്മനിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. ഇനി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നാൽ ഭരണം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് ജർമ്മനി ഭരണകൂടത്തിനുള്ളിൽ ഒരു ചർച്ച വന്നു. അങ്ങനെ അവർ 1968 അടിയന്തരാവസ്ഥ എന്നൊരു ആശയം അവർ കൊണ്ടുവരികയാണ് ചെയ്തത്. ആ ഒരു ആശയം ജർമ്മനിയിൽ നിന്ന് കടംകൊണ്ടു. സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണെങ്കിൽ എന്താ ഭേദഗതി എന്നൊരു ആശയം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യ കടംകൊണ്ടു. പിന്നെ ഫ്രാൻസ്, പിന്നൊരു രാജ്യമാണ് ഫ്രാൻസ്. ഫ്രാൻസ് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എടുത്തു പറയാം റിപ്പബ്ലിക് എന്ന ആശയം. റിപ്പബ്ലിക് പ്ലാറ്റോ ആണ് എഴുതി, നിങ്ങൾക്കറിയാം പുസ്തകം. റിപ്പബ്ലിക് എന്ന ആശയം ഫ്രാൻസിൽ നിന്നും കടമെടുത്തു. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം
സ്വാതന്ത്ര്യം, സമത്വം, പിന്നെ സാഹോദര്യം. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ഈ 3 വാക്കുകളും ഫ്രഞ്ചിൽ നിന്ന് കടങ്ങുന്നു. അപ്പൊ ജർമ്മനി അടിയന്തരാവസ്ഥ, അത് ലോകമഹായുദ്ധം മാത്രം ചിന്തിച്ചാൽ മതി. സൗത്ത് ആഫ്രിക്ക ഭേദഗതി. എന്താ ഭേദഗതി? ഭരണഘടനയിൽ കുറെ നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം. വെറുതെ എങ്കിലും എഴുതി ചേർക്കാൻ പറ്റില്ല. എന്താണോ മാറ്റം വരുത്തേണ്ടത് ആ ഒരു സംഭവം പാർലമെന്റിൽ കൊണ്ടുവന്ന് വോട്ടിട്ട് അത് പാസ്സാക്കിയിടണം. അതാണ് ഭേദഗതി, അമെൻമെന്റ്. അത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്. ഫ്രഞ്ചിൽ നിന്ന് റിപ്പബ്ലിക് എന്ന ആശയം. പിന്നെ ഈ വാക്ക് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇംഗ്ലീഷിൽ പറഞ്ഞ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇനി കടം കൊണ്ട ഒരുപാട് ആശയങ്ങളുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാം. PSC യുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഇത്ര കാര്യങ്ങളാണ് കൂടുതൽ ചോദിക്കാറ്. അപ്പോൾ ഇനി ഇതിന്റെ ബാക്കി വീഡിയോ ഞങ്ങൾ മുറയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന് നിങ്ങൾ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുതായി തന്നെ വേണ്ടത്. അപ്പൊ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിന്, നിങ്ങളെ വിലയേറിയ സമയം ഇതിനു വേണ്ടി ഉപയോഗിച്ചതിന്, അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഞങ്ങൾ പ്രത്യേകം നന്ദി